എല്ലാം ഓലെന്ത് പണിയാ എടുത്ത് അച്ഛനെ കിട്ടിയ ചോലങ്ങ് പോക്കാ. ഇന്നലെ വാർഡ് മെമ്പർ വിളിച്ചു പറഞ്ഞവരല്ലേ ഞാൻ വിവരം അറിയുന്നേ. എല്ലാത്തിനും കാരണം ഓളാ. ഓ നോക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓള് തമ്മേക്കൂല. കുറേ ദിവസം ഇങ്ങളോട് പറയുന്നു ഒരു ഹോം നേഴ്സിനെ വെക്കുക, എനക്കാവൂല ഇവിടെ വൃത്തിയാക്കുക. എല്ലടാ അച്ഛൻ്റെ തീട്ടോ മൂത്രമല്ല ഞാനല്ലേ കോരുന്നേ, നീയാ ഇവിടെ തുടച്ച് വൃത്തിയാക്കുന്ന ഞാനല്ലേ, നിങ്ങളല്ലല്ലോ. എനിക്ക് പറ്റുന്ന എനിക്ക് ചെയ്തു തന്നൂടെ? നിങ്ങൾ അച്ഛൻ നിങ്ങൾ മാത്രമല്ലല്ലോ, രണ്ട് പെമ്മക്കളില്ലേ, ഓലോട് വന്ന് നോക്കുമ്പോൾ പറ. പെൻഷൻ കിട്ടുമ്പോൾ മാത്രം വരുന്നേ ശരിക്കില്ലേ? പെമ്മക്കളാ നോക്കേണ്ടത്, അച്ഛനമ്മേനെല്ലോ. നിങ്ങൾ ഇവിടെ കോരോ കുത്തിരിട്ടല്ലേ ഓല് വരാത്തെ. ഇഞ്ഞി തന്നെയല്ലേ എനോ കണ്ട് ഇഷ്ടപ്പെട്ടെ, എനിക്ക് അതേ മാണ്ടു. നമ്മളെ ആൾക്ക് വേറൊന്ന് കിട്ടേറ്റേനോ. എനക്കുണ്ട് ഓളെ കണ്ടിട്ട് അങ്ങനെ തിരിഞ്ഞിക്ക് ഞാനെന്താ ഉള്ളി ചോ നോക്കാനാ. ഈ ബാഗ് മളിച്ച് ഒന്ന് നോക്കും, ഓക്കെ നല്ലോണം കൊടുക്കും. എടാ നീ ഇന്നലെ എടേ തെണ്ടുവാൻ പോയേ, അച്ഛനെ ഇട്ടു വെച്ച്. ഞാൻ ഓളെ വകയിലൊരു കല്യാണം ഉണ്ട് ചേച്ചി, അതിന് പോയതാ. അപ്പൊ നിങ്ങൾ കാര്യം ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാത്ത വരുത്ത്? ഞാളെ ആളെ അച്ഛനെ കാണുവാൻ പറഞ്ഞേ. അല്ല പെൻഷനൊന്നും വന്നിക്കില്ല, അതുകൊണ്ട് ചോദിച്ചാ. ആന്ത ഇനി അങ്ങനെ പറഞ്ഞേ, ഞാള് പെൻഷൻ വാങ്ങാനോ വരത്തുള്ളൂ, എല്ലാണ്ട് ആള് വരത്തില്ല ഇവിടെ. അല്ല അച്ഛൻ ഒരു മാസമായി കിടപ്പിലായിട്ട്, നിങ്ങൾ ആരും എങ്ങോട്ടേക്ക് കണ്ടിക്കില്ല, അതുകൊണ്ട് ചോദിച്ചാ. അതാടെക്കട്ടെ, സുഖമില്ലാത്ത അച്ഛനെ ഇട്ട് വെച്ച് ഇഞ്ഞോനോടെ തെണ്ടുവാൻ പോയേ. അല്ല ഞാക്ക് എവിടെയും പോണ്ടേ, അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ സുമേച്ചിനെ വിളിച്ചു പറഞ്ഞതാ പോകുമ്പോ. ഇന്നോട് ഞാൻ അന്നേരം പറഞ്ഞിക്കില്ല എനിക്ക് സമയമില്ലാന്ന്. ഞാൻ ഏച്ചിനെ വിളിച്ചു പറഞ്ഞിക്ക്. ഇനി എന്നോട് വിളിച്ചറിഞ്ഞിട്ട് എന്താ? ഞാൻ എന്നോട് പറഞ്ഞിക്കില്ല എനിക്ക് പഞ്ചായത്ത് പോണോന്ന്. ആയേ അപ്പൊ നിങ്ങളെല്ലാം അറിയൂലേ ഞാൻ പോകുന്നത്, എന്നിട്ടാ ഇങ്ങോട്ടേക്ക് വരാണ്ടെന്ന്. എന്നാ വൈകുന്നേരം ഒന്ന് വന്നൂടെ പഞ്ചായത്ത് പോയിട്ട്? പോരങ്ങക്കല്ലേ തന്നെ, നിങ്ങളാ നോക്കണ്ടേ. പോരെ നിങ്ങള് ഫ്രീ ആയിട്ടിട്ട് എന്താ ഏട്ടാ പറഞ്ഞു കൊടുക്ക്. എങ്ങനെയാലും ഇവര് അല്ലേ ചേച്ചി പുറക്ക് വിലടിച്ച് നിങ്ങളെ ഷെയർ ചെയ്യാൻ തന്നേല്ലേ നിങ്ങൾക്ക്? നിങ്ങളെന്താ ഈറ്റ വർത്തനം പറയുന്നേ? അതുകൊണ്ട് പൊരേന്റെ കണക്കും ആരും ഇങ്ങോട്ട് വരണ്ട. ഞാക്ക് തന്നതിനെക്കാട്ടും അധികം ഇവനെ തന്നെയാ കൊടുത്തേ, അതുകൊണ്ട് അച്ഛൻ ഓൻ തന്നെ നോക്കണം. അല്ലേ ചേച്ചി എനക്ക് പണിക്കൊന്നും പോണ്ട, ഞാൻ അച്ഛനെ നോക്കി ഇവിടെ കുത്തിരിഞ്ഞാ വയ്യ. എന്റെ പാറുവേ ഇനി ഇതൊന്നും കാണാണ്ടങ്ങ് പോയി കളഞ്ഞല്ല മാളെ. ഇനി എന്തിനാ പണിക്ക് വേണ്ട കുത്തിരിക്കുന്നേ? ഓളിന്റെ ഇവിടെ നോക്കുവേ. ആയേ അച്ഛനും അമ്മേനെല്ലാം മോൻ്റെ മാറാ നോക്കണ്ടേ, മക്കള് നോക്കണം. നമ്മൾ വെറുതെ ഇനി പ്രശ്നം ഉണ്ടാക്കി തമ്മിലടിക്കണ്ട. അച്ഛൻ്റെ അക്കൗണ്ടിൽ 5-6 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, നമുക്കൊരു ഹോം നേഴ്സിന് വെച്ചാൽ പോരെ? മാസം 15,000 റുപ്യ വെച്ചിട്ട് ഹോം നേഴ്സിന് കൊടുത്താൽ പൈസ കീർന്നു പോവല്ലേ? അച്ഛൻ്റെ പൈസ അച്ഛന് വേണ്ടി ചെലവാക്കുന്നല്ലാണ്ട് ഇവര് സമ്മതിക്കൂലേട്ടാ, ഇത് എല്ലാടെ ഉള്ളതാ. അച്ഛൻ മരിച്ചവർക്ക് ഓതിച്ചെടുക്കാലോ. ആരും അടിയുണ്ടാക്കാണ്ട് ഇങ്ങോട്ട് വാടാന്ന് ഞാൻ ചാവുന്ന വിട്ട്. നീ അച്ഛൻ ഇതുവരെ കാര്യമൊക്കെ ഇരിക്കില്ല അടിയുണ്ടാക്കിയിട്ട്. ഇതൊക്കെ ഇവര് പോന്നേ മുന്നേ എല്ലാം തീരുമാനാക്കിക്കോളെ. ഞാൻ നിൽക്കുന്നു വിചാരിക്കണ്ട ഇവിടെ, ഞാനും പോന്റെ വീട്ടില്. ഉമ്മക്കും വയസ്സാവും വശിനി. ആ ഞാൻ ചത്തോ നോക്കാൻ ആരണ്ടു കൊറേ സാധനം കൊണ്ട് കണ്ടിട്ട്. അച്ഛാ മഞ്ഞും പഴുവല്ലേ കൊണ്ടാച്ചിക്ക് അടുക്കളയില്. അച്ഛൻ ഞാനിങ്ങ് പോരണ്ടിന്റെ പയ്യനെ നേരത്തെ തന്നെ കാരണതാ. പാലുണ്ടേ കൊണ്ടുവന്നിക്ക്, അതും അച്ഛൻ കുടിച്ചോളെ. അതുപോലെ തന്നെ ഒരു ഇളനിയും പറപ്പിച്ചിട്ട് ഞാൻ പൊട്ടിച്ച് കുപ്പി പറഞ്ഞെടുത്തതാ, അതും അച്ഛൻ കുടിച്ചോളെ. രണ്ടാളും നല്ലോണം കൊണ്ടുപോന്നിക്കല്ലോ. പെൻഷൻ പൈസ അതിന് വന്നിക്കില്ലല്ലോ. ആച്ചാ പെൻഷൻ പൈസ കിട്ടൂന്ന് വെച്ചിട്ട് രണ്ടും കൂടി വന്നേ. ഓക്കെ എപ്പോ ഉള്ളൊരു ഭർത്താനാ, ഓൾ അങ്ങനെ വിട്ടാ പറ്റുമല്ലോ. ഇനി വായി മെഡിക്കറ്റിന് തീ കൊടുത്ത് എടേ ഞാളെ പോരാലല്ലേ വന്നേ. ഇനി കൊറേ കാലം തുടങ്ങിയിട്ട്. ഏത് പോരാ, അവകാശമെല്ലാം വാങ്ങിപ്പോയല്ലേ. നാളെ ഞാൻ അച്ഛനൂടെ ഉള്ള കാലത്തോളം ഞാളിവിടെ വരും. ആധാരത്തിൽ എഴുതിയിട്ടുണ്ട്, ഇഞ്ഞല്ലേ നോക്കി നോക്ക്. എല്ലാ അച്ഛനോട് ഇത്രയും സ്നേഹമുള്ള മക്കളാണെങ്കിൽ ഒരു മാസം അല്ല പോട്ടെ ഒരു 2 ദിവസമെങ്കിലും അച്ഛനൊന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കൂടെ നിങ്ങളെ വീട്ടില്? അച്ഛനും ഉണ്ടാവില്ലേ ഒരാഗ്രഹം മക്കളോട് നിൽക്കണമെന്നല്ലോ. ഞാളെ അച്ഛനാ കൂട്ടിയിട്ട് വേണോ എനിക്ക് ഓനും പൊരയും കൂട്ടിയിട്ട് സർക്കിറ്റ് അടിക്കുവല്ല. അതല്ലേ നിങ്ങളെ പ്രശ്നം. ഇനി ഒറ്റയൊരുത്തി കാരണ ഈ പൂതന ഓന്റെ തലയിലായേ. നിങ്ങളിതിന് എപ്പോ ഇത് പറയുന്നേ? നിങ്ങൾ 2 ദിവസം അച്ഛനാ കൂട്ടിക്ക. അത് ഇനി എന്നോട് പറയുന്നേ, എനിക്കെന്താ കൂട്ടിയാല്? നിങ്ങളല്ലേ എപ്പോ അച്ഛൻ്റെ അടുത്ത് പൈസയുമായി പോക്ക്? എന്താ പൈസ ഞാൻ മാത്രം വായിക്കൊണ്ടുപോക്കുള്ളൂ, ഇനി വായിക്കൊണ്ടുപോക്കില്ല. അമ്പ ഇതിന്റെ അരിയത്ത് സൽമാൻ നിങ്ങൾ അച്ഛൻ പൈസ തന്നിട്ടില്ലേനാ? ഇതാ ഇനി കണക്കാക്കിയേ. എന്റെ ഗൾഫിലുള്ളവരോ അച്ഛൻ്റെ അടുത്ത് പൈസ അയച്ചു കൊടുത്തിട്ട് വാങ്ങിയ സ്ഥലം.
ചേച്ചി ഈറ്റാത്ത കാലത്തിന് എന്നോട് പറയണ്ട. അച്ഛൻ സ്ഥലമായി തന്നെ നിങ്ങൾക്ക് എന്നെയാ, അച്ഛന്റെ പൈസ കൊണ്ട് എന്നെയാമായി തന്നെ. എനക്കാവൂല, ഞാനിങ്ങോന്നാ. അശ്വിനെ എൻ്റെ അങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിയ സ്ഥലം അത്. എന്നിട്ട് അവള് പറഞ്ഞു പോയാ കേട്ടിക്കിഞ്ഞ്. എത്ര ദിവസമായി ഞാൻ ഇത് സഹിക്കുന്നത്. എല്ലാം കെടുത്തോളി പഠിച്ചോലെ. സുമേച്ചിനോട് വർത്താനം പറയാനേ ഞാൻ നിൽക്കലില്ല. അമ്മ മരിച്ചേരോ കാതില് കാണുന്നില്ല മറ്റെല്ലാരും പ്രശ്നം ഉണ്ടാക്കിക്കില്ലേ. ആരാ കൊണ്ടുപോയേ? ശരി, ഇങ്ങനെ ഒരു കഥ ഉണ്ടേനു. ഇങ്ങനെ ഇതുവരെ എന്നോട് പറയാഞ്ഞേ. നിങ്ങളെല്ലാം ഞാനാ എടുത്തന്നല്ലേ പറഞ്ഞേ. ഞാൻ എന്താക്കിക്കുമല്ലോ, വയസ്സാകുന്നത് ഇത്ര വലിയ കുറ്റ. വല്ലാത്തൊരവസ്ഥയാന്ന് എൻ്റെ. എന്താ പ്രശ്നം? അച്ഛൻ്റെ കാര്യം തന്നെയെന്ന്. അച്ഛനെ നോക്കുവാനും ആരുമില്ല. ആ തടിഞ്ഞ് കല്യാണം കഴിച്ചല്ലേ, ഓള് പൊറക്കില്ലേ? ഓളങ്ങ് നോക്കൂല അച്ഛനാ. ഞാള് രണ്ടാളും അച്ഛനെ നോക്കിയിരിക്കാനാന്ന്. ഞാക്ക് പണിക്കൊന്നും പോണ്ടേ? നിങ്ങൾ പണിക്കോട്. അത് എനിക്ക് പെങ്ങന്മാരല്ലേ, ഓലോട് വരുവാൻ പറഞ്ഞാലേ. പെങ്ങന്മാരാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. ഒരു തിരിഞ്ഞു നോക്കുന്നില്ല. എനിക്ക് എൻ്റെ പ്രശ്നം, ഓടിക്ക് ഓല പ്രശ്നം. അവസാനം എല്ലാവർക്കും വയസ്സാവുന്നില്ല, എല്ലാവരും ഓർമ്മിച്ചോ. ഓൾ പീടിയെ പോയി ഞങ്ങൾ വേഗം തിന്നാ. ഞാനോ ഇതൊന്നും നിനക്ക് തരുത്തില്ലണേ. ഇനി വരുമ്പോ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നേ. അത് നിങ്ങളെ മക്കളൊന്നും നിങ്ങൾക്ക് കൊണ്ടെത്തില്ല. ഇന്നലെ വന്നിക്ക് ഒരുത്തി പോരാലെ പൈ ഞാൻ കറന്നു വന്നാ. മറ്റോള് പയവും കൊണ്ടാ വന്നേ. ഇങ്ങനത്തെ ഇനിയാ ഞാനും എനിക്ക് കൊണ്ടെത്തരുത്തുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞാട്ട ചോരക്ക് ചോര എൻ്റെ വിഷമം മനസ്സിലാവും. എന്നാലും എന്റെ കുഞ്ഞി പെങ്ങൾ എന്നെ കാണും വന്നല്ലോ. ഇതെന്താ കുഞ്ഞാട്ട ഇവിടെ ഒന്നും ഒരു വൃത്തിയില്ലാത്ത? ഇങ്ങോട്ട് ആരെങ്കിലും കാണണ്ടേ? ആരും വൃത്തിയാക്കുമല്ലോ, ആരും വരൂല്ലോ ഇവിടെ. വല്ലാത്ത ചെറിയോളി തന്നെ ഇല്ലേ? സൈത്തേ, ബാങ്കിൽ നിന്ന് പൈസ എടുക്കാന്ന് നീ വിചാരിക്കണ്ടേ. എനക്കെന്തിനാന്ന് പൈസ? അച്ഛന്റെ കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞേ. അത് തന്നെയാ പറഞ്ഞ്. എനിക്കും ജോക്കും അങ്ങ് നോക്കിയാ പോരെ. അതിനെ ഓൺലൈൻസിനെ വെക്കുന്നേ. ഞാനും എൻ്റെ ഓളു പണിക്കൊന്നും പോകണ്ട, അച്ഛനെ നോക്കി ഇങ്ങനെ കുത്തിരിക്കുവേനാ? അച്ഛന്റെ പൈസ അച്ഛന്റെ കാര്യത്തിന് വേണ്ടി ചെലവാക്ക്. പോരാ, എനിക്കല്ലേ തന്ന്, ഇനി എന്നെ നോക്കണം. എന്ത് പോരാ, നിങ്ങൾ എപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് പോരേന്റെ പൈസ നീ അച്ഛൻ്റെ പൈസ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ അതിനെ കാച്ചു. അയ്യോ, ആ. ഏത് വകയില്? ഏത് വകയില്? ആ പുറത്തുനിന്ന് ഒച്ചപ്പാട് കേൾക്കുന്നേ. നിങ്ങളെ മൂത്തിയോളെ ഓനുണ്ട് വന്നിക്ക് ആണു. എല്ലാ ഇതൊന്നും അച്ഛനും കൊണ്ടുകൊടുത്തേ. അത് ദേശം ജിലേബിയും നെയ്യപ്പവും കൊണ്ടുവന്നാടോ. ഇങ്ങനത്തെ ഒന്നും അച്ഛന് കൊടുക്കരുത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളോട് ആരാ ഇതെല്ലാം കൊടുക്കാൻ പറഞ്ഞേ? എനിക്കെന്തായാലും എൻ്റെ ആങ്ങളൊക്കെല്ലാം കൊണ്ടുകൊടുത്ത്. ഇങ്ങനത്തെ ഭക്ഷണം എല്ലാം കൊടുത്ത ഇടക്കിടക്ക് ടോയ്ലറ്റിൽ നിങ്ങൾ കൊണ്ടുപോവാ. തൂറൂന്ന് വെച്ചിട്ട് തിന്നാൻ കൊടുക്കാണ്ടിരിക്കുവാനാ? മക്കളും കണക്കാ, കുടുംബക്കാരും കണക്കാ, ബാക്കിയുള്ള കഷ്ടപ്പാട്. ഒരേലുള്ള ഇഞ്ഞല്ലേടോ നോക്കണ്ടിയ. അപ്പൊ നിങ്ങളോള് അച്ഛന്റെ മോളല്ല? അതിനെ കൊണ്ടെന്താ ഒരേലേക്ക് നിഞ്ഞല്ലേ? എന്ത് ഒരേല ഇഞ്ഞാ നിൽക്കുന്ന. പോലീസ് സ്റ്റേഷനിൽ പോയാലും കോടതി പോയാലല്ലോ അങ്ങോട്ട് എല്ലാരും നോക്കണം. മനസ്സിലായിക്കാ? പോരെ, എനിക്ക് അന്ന് കിட்ட ഇന്നെ കൊണ്ട് നോക്കിക്കുകയും ചെയ്യൂ. എന്ത് നോക്കിക്കും നിങ്ങള്? നിങ്ങളങ്ങ് വിചാരിച്ചങ്ങ് നടക്കുന്നു എല്ലാം കഴിച്ചാലോ? പിന്നെ ഞാൻ എന്റെ വിചാരം എന്നാ? അച്ഛന്റെ പൈസ എടുക്കാത്ത എന്തുകൊണ്ടാ നിങ്ങള്? എനക്കറിയാം അച്ഛൻ മരിച്ചിട്ട് ചോദ്യം വെച്ചെടുക്കേണ്ടിട്ടല്ലേ. അച്ഛൻ സമ്പാദിച്ച് എന്തിനാ വയസ്സാം കാലത്ത് അച്ഛനെ നോക്കണ്ടിട്ടാ, അല്ലാണ്ട് നിങ്ങക്ക് മരിച്ചിട്ട് ചോദിച്ചെടുക്കാനല്ല കേട്ടാ. ജാലു, നല്ല കാലത്ത് നമ്മള് വിചാരിക്കും കുറെ പൈസ കൊണ്ടാച്ചു കഴിഞ്ഞാല് മക്കൾ നമ്മളെ നോക്കിക്കില്ലേലും നമുക്ക് അങ്ങ് ജീവിക്കാലോ. എന്നാ സത്യാവസ്ഥ എന്താന്ന് എനിക്കറിയാവാ. നമ്മളെ അക്കൗണ്ടിൽ 5 or 10 ലക്ഷം ഉണ്ടായാലും നമ്മളെ കിടപ്പിലായാലും പോലെ അതിനകത്ത് ഒരു 5 പൈസ എടുക്കുമ്പോൾ തന്നേക്കും. നമ്മള് കിടത്തത്തിലല്ലേ, ഓല് വേണ്ട എടുത്തു തരും. ഓല് എടുത്തു തരൂലടോ. എന്താ കാര്യം? നമ്മള് മരിച്ചിട്ട് ഓലിക്കാ പൈസ ഓതി വെച്ചെടുക്കണോ? മനസ്സിലായ? ഇത് നമുക്ക് വേറെ വഴിയൊന്നുമില്ലടോ. വയസ്സായാൽ ഇങ്ങനെ തന്നെയാ. വയസ്സായോണ്ട് ഇക്കാൻ വിചാരിച്ചാൽ അതും നടക്കൂല. എന്തായാലും ഒരു നാൾ നമുക്ക് എല്ലാവർക്കും വയസ്സാവട്ടാ. ഓൺലൈസിന് ഒരു വെക്കൂല. ഞാനും വെച്ചാല് ബാങ്കിലെ പൈസ അങ്ങ് തീർന്നു പോകൂലേ? ഒരു കോതി വെച്ച് എടുക്കണ്ടേ?